ആരും അതിന്റെ മേക്കേഴ്സ് ഒരിക്കലും ഒരു സിനിമ ചെയ്തു വെക്കില്ല ഈ സിനിമ നശിക്കാൻ വേണ്ടി. അവരുടെ പെർസ്പെക്റ്റീവ് അവർ ചെയ്ത സിനിമ ഓഡിയൻസിന് കണക്ട് ആയിട്ടില്ലായിരിക്കും. അതാണ് അതിന്റെ ബേസിക് റീസൺ. ഇപ്പം ശിവ സാർ ചെയ്യുന്ന ഒരു സിനിമ ശിവ സാർ പൊട്ടിക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യും. അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് ആ സിനിമ ഹിറ്റ് ആവുന്ന അദ്ദേഹം പ്രതീക്ഷ ഉണ്ടാവും. ഇത് കേട്ട സൂര്യ സാർ ഹിറ്റ് തന്നിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലേ, ഇതിൽ അഭിനയിച്ച എല്ലാവരും ഹിറ്റുകൾ തന്നിട്ടുള്ള ആളുകളല്ലേ. അവർക്ക് എല്ലാവർക്കും തെറ്റുപറ്റിയതില്ല. അവരുടെ പെർസ്പെക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡിക്ഷൻ മാറിപ്പോയി കാണും. കങ്കുവ 4 മണിക്ക് പോയി കണ്ട ആളല്ലേ, വേറെ നോട്ടല്ല, എന്നാലും നമ്മുടെ അവിടെ അടുത്ത ദിവസം വരുമല്ലേ അതിന്റെ രീതിയിൽ. പക്ഷെ ആ സിനിമ കണ്ടപ്പം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അവര് കൺവേ ചെയ്യാൻ ശ്രമിച്ച ഒരു വേ ഓഫ് മേക്കിങ്ങോ സ്റ്റോറി ടെല്ലിങ്ങോ ഒരു സാധാരണക്കാരെ ഓഡിയൻസിന് ചിലപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. അതാണ് ഇപ്പൊ റിവ്യൂസ് വരുമ്പോ ഒക്കെ വളരെ പ്രശ്നപ്പെടുന്നത്. പക്ഷെ നമ്മളതൊന്നും പ്രശ്നമല്ല കേട്ടോ. ഞങ്ങൾ സൂര്യ സാറിനെ കാണാൻ ഫാനായിട്ട് പോയതാ. ഇത് വെച്ച് ശരി ഞങ്ങൾ അവർ ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിരുന്നു. ആനന്ദ് ശ്രീപാദ ടീമിന് അദ്ദേഹത്തിന് ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കാൻ പറ്റുമെന്നുള്ളത്. അന്ന് എനിക്കൊന്ന് അപർണയും ഞാനും വിഷ്ണു കൂടെയാണ് പോകുന്നത്. മാളിപ്പുറം വിഷ്ണു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു കേട്ടോ. അതിന്റെ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പം ഒരു ഭയങ്കര വേറെ ലെവൽ സിനിമയായിരിക്കും എന്നായിരുന്നു കരുതിയത്. മേക്കിംഗ് വൈസിലൊന്നും അല്ലെങ്കിൽ അതിലൊന്നും അവർ